എനിക്കൊരു അരങ്ങേറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ കാർത്തികയുടെ സ്റ്റുഡിയോയിൽ പോയിട്ടാട്ടോ ഞാൻ റെഡി ആയത്. സോ നമ്മൾ ആദ്യം മെഷർമെൻ്റ് എടുത്ത് തുടങ്ങി സാരി ടേപ്പിങ്ങിന് വേണ്ടിയിട്ട്. മേക്കപ്പ് നമുക്ക് കറക്റ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ സാരി റെഡിയായി വരുന്നു. സാരി ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മുടെ മേഘവർണ്ണത്തിൻ്റെ സ്വന്തം സാരി തന്നെ. ഇപ്പോൾ ഹോട്ട് സെല്ലറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡാർക്ക് റെസ്റ്റ് ഓറഞ്ച് വേർഷൻ. കാർത്തികയുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് കേട്ടോ. നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 1 hour മേക്കപ്പ്, ഹെയർ, സാരി എല്ലാം തന്നെ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് ചെയ്ത് തരും കേട്ടോ. സോ സാരി കൂടെ ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സാരീൻ്റെ ഭംഗിയായിരുന്നു കേട്ടോ അവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഡാർക്ക് റെസ്റ്റ് ഓറഞ്ച്, ഡാർക്ക് ബ്രൗൺ, ഇത് രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു കളറാണ് കേട്ടോ ഇത്. പിന്നെ പൂവും കൂടെ വെച്ച് തന്നപ്പോഴത്തേനും ചടേങ് അടിപൊളിയായി കേട്ടോ. പിന്നെ അത് ഫൈനൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ. എൻ്റെ സാരി ടേപ്പിസ്റ്റ് പറയുമായിരുന്നു, അതായത് ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള സാരീസ് മാത്രമേ ഇത്ര നന്നായിട്ട് ഒതുങ്ങാറുള്ളൂ എന്നുള്ളത് കേട്ടോ. സോ അതെനിക്കൊരു ഭയങ്കര അടിപൊളി കോംപ്ലിമെൻ്റ് ആയിരുന്നേ. നമ്മുടെ ഒരു പ്രോഡക്റ്റ് മറ്റുള്ളവർ കണ്ടിട്ട് സൂപ്പറാണ് കേട്ടോ, വാവ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇറങ്ങാം. അപ്പോൾ അവിടെ ആക്ച്വലി ബ്രൈഡ് ടു ബി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ചെറിയ ചപ്പടാച്ചൊക്കെ പറഞ്ഞ് അവിടെ യാത്രയൊക്കെ പറഞ്ഞ് ഞാനിവിടെ നിന്ന് മടങ്ങിയേ. താഴെ വേറെ 2 പേര് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ വാച്ചിയമ്മയും അമ്മയും. അപ്പോൾ അരങ്ങേറ്റാന്ന് പറഞ്ഞപ്പോൾ പോകുന്നതാണേ. ആസ് യൂഷ്വൽ ട്രിവാൻഡ്രത്തുള്ളപ്പോഴത്തേനും എൻ്റെ സ്ഥിരം സാരഥി വിനിതയാണ് കേട്ടോ എന്നെ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക്. അപ്പോൾ ഞങ്ങളിതാ ഹോൾ ഫാമിലി അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് കേട്ടോ, മക്കളുടെ അരങ്ങേറ്റം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് എത്തിയപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു വാം വെൽക്കം തന്നെയാണ് കേട്ടോ അവിടെ തന്നിരുന്നത് പിള്ളേർ. എന്തൊരു രസമാണെന്ന് അറിയോ, കുഞ്ഞു മക്കളെ ഇതുപോലെ റെഡി ആയിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ട് അവർക്ക് ഒരുപാട് ആശംസകളും അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അവരുടെ കളികളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. നോർമൽ ഇനോഗ്രേഷൻസിനെക്കാട്ടിയും എനിക്ക് ഒരുപാട് ഇഷ്ടം, ഒരുപാട് പങ്കെടുക്കാനും ഇഷ്ടം ഇതുപോലുള്ള അരങ്ങേറ്റങ്ങളാണ് കേട്ടോ. നോക്കി എന്തോരം ജനങ്ങൾ എൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ വന്നേക്കണേന്ന്. RLV ആശ ടീച്ചറിൻ്റെ ശിക്ഷണത്തിലുള്ള കുട്ടികളാണ് കേട്ടോ ഇത്. ഞാൻ അവിടെ നിന്ന് ടീച്ചറോട് പറഞ്ഞിട്ടാണ് വന്നത്. വളരെ ചിട്ടയോടും വളരെ അനുസരണയോടും കൂടിയാട്ടോ ഈ പ്രോഗ്രാം തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ ആ കുട്ടികൾ ഉണ്ടായിരുന്നത്. 6ാമത്തെ വയസ്സിൽ എന്നെ അരങ്ങേൽപ്പിച്ച് 2 പേരായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അരങ്ങേറ്റം കണ്ട് നിങ്ങൾ മടങ്ങി കേട്ടോ. അപ്പോൾ കിട്ടിട്ടോ, ബൈ.